ഈ ചെറുപഴം ചിലവർക്ക് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇതിപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഇപ്പോൾ അവർക്കൊന്നും അറിയൂല്ല. അപ്പോൾ കുട്ടികളെയൊക്കെ പറ്റിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി അവസരമാണ്. അപ്പോൾ നിങ്ങൾ മുതലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോണത് ഇതേ ചെറുപഴം മിക്സർ ജാറിലേക്ക് 4 അങ്ങനെ ഇട്ടിട്ടുണ്ട്. 4 ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ ഒരു മുറി തേങ്ങയും ചിരവിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ച തേങ്ങ നോക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായി എന്ന് പറയാം. കാരണം ഉണക്കത്തേങ്ങനെക്കാട്ടും പച്ച തേങ്ങയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനിത് നല്ല പച്ച തേങ്ങ നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരു മുറി എടുത്തിട്ട് നമ്മൾ ചിരകിയിട്ടുണ്ട്. ആ ചിരകിയതിനും കൂടിയിട്ട് നമ്മളെ പഴത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി ആയാലും മൈദപ്പൊടി ആയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. കുറച്ചും കൂടിയും ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കിലോനോളം എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് 1/4 കിലോൻ്റെയാണ്. അതെടുത്തിട്ട് ഞാനിത് അപ്പോൾ വെള്ളം ചേർക്കാണ്ട് എനിക്ക് അരഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ലൂസിൽ അരക്കാണ്ട് ഇതുമാതിരി കട്ടിക്ക് അരക്കണം. നമ്മളെ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു രൂപത്തിലായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കണം കേട്ടോ. കാരണം പഞ്ചസാരയുടെ ഒരാവശ്യമില്ല. പഴത്തിൽ നല്ല മധുരമുണ്ട്, പിന്നെ തേങ്ങയിൽ അത്യാവശ്യം മധുരമുള്ള കാരണം നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. പിന്നെ ഉപ്പിട്ടിട്ട് നന്നായി ഒന്നുകൊണ്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നല്ല ചൂടായ എണ്ണയ്ക്ക് കുറച്ചായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ. കാരണം എളുപ്പം അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ലോ ഫ്ലെയിമിൽ, പിന്നെ തീ കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ചിട്ട് ഒരു നേക്കിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് പഴം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പഴം കഴിക്കാണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണ്ട. പഴമൊക്കെ കൊടുന്നാൽ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ടാക്കി ഒരു ട്രിപ്പ് ഉണ്ടാക്കി, ഇനി അടുത്ത ട്രിപ്പും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.